കൂടൽ പോലീസിനെതിരെ പരാതി നൽകിയ യുവാവിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതോടെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പോലീസ് വിട്ടയച്ചതിന് പിന്നാലെ യുവാവ് അവശനിലയിലാകുകയായിരുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഈ യുവാവിനെ പോലീസ് അതിക്രൂരമായാണ് മർദ്ദിച്ചത്. ഇതിനെ തുടർന്ന് അവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണോ? അതെ അവന്തിക, വീണ്ടും ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് വിട്ടയച്ചപ്പോൾ അവശനിലയിലായ യുവാവ് ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് വീട്ടിലേക്ക് ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്നിതാ വീണ്ടും ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അടൂർ ജനറൽ ആശുപത്രിയിൽ യുവാവ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഡോക്ടർമാർ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും വിശദമായ പരിശോധന ഒരുപക്ഷെ ആവശ്യമായി വരും. കാരണം അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഹൃദ്രോഗിയായ യുവാവ് ഇരയായെന്നാണ് ഇന്ന് പോലീസ് മേധാവിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നത്. ഇന്നലെ തന്നെ ഈ 20-കാരൻ തന്റെ ശരീരത്തിലേറ്റ മുറിവുകളുടെ ചിത്രങ്ങളും ആ ദൃശ്യങ്ങളും മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ വ്യക്തമാണ് മുറിവേറ്റിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം. അതിനാൽ തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ചികിത്സയിൽ തുടരേണ്ടതായിട്ട് വരുമായിരിക്കാം. എന്തായാലും ഇപ്പോൾ കാഷ്വാലിറ്റിയിലാണുള്ളത്. അടൂർ ജനറൽ ആശുപത്രി ആരോഗ്യം ഇപ്പോൾ തൃപ്തികരമാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അവന്തിക. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.